സാന്ദ്ര മാഡം, ഇങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ പ്രതീക്ഷിക്കാത്തതല്ല. ചില കാര്യങ്ങൾ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട് മാഡം. അത് മനുഷ്യൻ തിരുത്താൻ പോകുമ്പോഴാണ് അവസാനം ഇതുപോലുള്ള പൊട്ടിക്കരച്ചിലുകൾ ഉണ്ടാവുന്നത്. മാഡം തന്നെ ക്രിയേറ്റ് ചെയ്ത ചില കാര്യങ്ങളിൽ മാഡം തന്നെ സന്തോഷം കണ്ടെത്തി ഇത്രയും നാളും. അതുകൊണ്ട് തന്നെ ഈ കണ്ണീരിന് ഒരു വിലയും ഞാൻ കൽപ്പിക്കുന്നില്ല. ഇനിയും ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആദിയും അന്ത്യവും മാഡത്തിന് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടി ഇവിടേക്ക് വന്നത് മുതൽ തുടങ്ങിയതാണ് അവരെ ഇല്ലാതാക്കാനുള്ള മാഡത്തിന്റെ പ്രവൃത്തികൾ. അത് ഒളിഞ്ഞായാലും തെളിഞ്ഞായാലും പലതും വിജയിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാഡത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. കാരണം മറം പറ്റാവുന്ന ചെയ്തികൾ ചിലപ്പോ ശ്രീലക്ഷ്മിയെ മാത്രമാവില്ല ഇനി ബാധിക്കുന്നത്. അവരുടെ വയറ്റിൽ വളരുന്ന നമ്മുടെ രവി സാറിന്റെ കുഞ്ഞിനെ കൂടിയാണ്. അത് ഓർമ്മ വേണം. സാന്ദ്ര മാഡത്തിനെ പോലെ ഒരു പെൺകുട്ടി തന്നെയാ ശ്രീലക്ഷ്മി മാഡം. ഒരു പെൺകുട്ടിയുടെ സന്തോഷത്തിന്റെ നെറുകയിലെ ഇപ്പൊ ശ്രീലക്ഷ്മി. ആ സന്തോഷം മാഡമായിട്ട് ഇല്ലാതാക്കരുത്. രാജാറാം സാർ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ രവി സാറിന്റെ ശ്രീലക്ഷ്മിയുടെ സന്തോഷത്തില് ഞാൻ പങ്കുചേരണോ? അതോ നഷ്ടപ്പെട്ടുപോയ എന്റെ സ്വപ്നങ്ങളെ ഓർത്ത് വിഷമിക്കണോ? എന്തായാലും ഉടനെ തന്നെ തീരുമാനിക്കണം. അടുക്കളയിലെ സാധനങ്ങളൊക്കെ തീരാറായി. ഞാൻ സഹദേവ മുതലാളിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞ് എന്തെങ്കിലും തീരുമാനിക്കാം. ആ ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു 150 രൂപ കിടപ്പുണ്ട്. അത് കൊണ്ടുപോയി ആ ചന്ദ്രന്റെ കടയിൽ നിന്ന് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി. 150 രൂപ. ഇതിനൊരു കയറ് വാങ്ങിയ ഇവിടെ ആരുമില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളല്ലേ വാങ്ങിച്ചത്. അതുകൊണ്ട് ഇനി വേറെ ആരെങ്കിലും വാങ്ങിച്ചാ മതി. നിങ്ങൾ ഇതിന്റെ പേരിൽ വഴക്കിടണ്ട, നമുക്ക് വാങ്ങിക്കാം. വാങ്ങിച്ചാ മതി. അങ്കിൾ, കൃഷ്ണമോളോ? കൺഗ്രാറ്റുലേഷൻസ്. ആന്റി എവിടെ? അകത്തുണ്ട്. എന്താ മോളെ, മോളിന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെന്താ അങ്കിളിന്റെ മുഖത്ത് ഒരു സന്തോഷം ഇല്ലാത്തത്? ഓ, എനിക്ക് എപ്പോഴും സന്തോഷമല്ല മോളെ. ഞാൻ ആന്റി എന്ന് വിളിക്കട്ടെ. ആന്റി, ആന്റി. ദാ വരുന്നു. മോളെ കൃഷ്ണേ, കൺഗ്രാറ്റുലേഷൻസ്. ഇതെന്താ നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് ഒരു സന്തോഷം ഇല്ലാത്തത്? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ ഞങ്ങക്ക് ലോട്ടറി ഒന്നും അടിച്ചില്ലല്ലോ. ആര് പറഞ്ഞു അടിച്ചില്ലെന്ന്? ബമ്പറല്ലേ അടിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളത് അറിഞ്ഞില്ലേ? അങ്കിളൊന്ന് വന്നേ. അല്ല, എന്നിട്ട് അവളെന്താ ഈ കാര്യം നമ്മളോട് വിളിച്ചു പറയാഞ്ഞത്? അത് ചിലപ്പോ നമ്മളെ വിളിച്ചിട്ട് കിട്ടിക്കാണില്ലായിരിക്കും. നിനക്ക് കാര്യം അറിഞ്ഞ പോരെ. എന്നാലും അങ്ങനെയാണോ? ശ്രീടച്ച, ഞാൻ ഇപ്പൊ വരാമേ. അവൾ അവളുടെ കാര്യങ്ങൾ എല്ലാം കൃത്യമായി നടത്തിയെടുക്കുന്നുണ്ട്. അവള് ജനിച്ചതും വളർന്നതും എവിടെയാ? ഇപ്പൊ നിൽക്കുന്നത് എവിടെയാ? ഒരു സാധാരണ പെൺകുട്ടിയുടെ ബുദ്ധിയൊന്നും അല്ല അവൾക്ക്. നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് ആലോചിച്ചത് ഇന്ന് അവള് ചെയ്തു കഴിഞ്ഞു.
നമ്മുടെ ചിന്തകൾക്കും അപ്പുറം അവളുടെ പ്രവൃത്തികൾ. അങ്ങനെയുള്ളപ്പോ നമ്മൾ കുറച്ചുകൂടി വേഗത കൂട്ടണം. എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഒരു തീരുമാനത്തിലെത്താം. അല്ല മാം, അത് ഇനി നീ മുടന്തൻ ന്യായങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഇത്രയും നാളും നിന്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടു തന്നതാ ഞാൻ ചെയ്ത ആദ്യത്തെ അബദ്ധം. ഇനി ഞാൻ പറയും, നീ അക്ഷരം പ്രതി അനുസരിക്കും. നാളെ രാവിലെ റെഡിയായി നിന്നോണം. മൂന്ന് മാസത്തേക്ക് വളരെ സൂക്ഷിക്കേണ്ട സമയമാ. പിന്നെ മോൾക്ക് അച്ഛനെയും അമ്മയും കാണുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്ര തടസ്സം പറയാതിരുന്നത്. അല്ലെങ്കിൽ തന്നെ ഏട്ടത്തിയുടെ കാര്യത്തില് അമ്മയ്ക്ക് ശ്രദ്ധ അല്പം കൂടുതലാ. ഇനി ഇപ്പൊ ആ കാര്യം പറയുകയും വേണ്ട. സൂക്ഷിക്കേണ്ട സമയത്ത് സൂക്ഷിക്കണം. നമ്മുടെ ശത്രുക്കൾ ആരൊക്കെയെന്നും അതിൽ പ്രബലരും ദുർബലരും ആരൊക്കെയാണെന്നും ബാലമാമന് വളരെ കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അയാൾ ആദ്യം പറയാൻ പോകുന്ന പേര് GD എന്നായിരിക്കും. ഗൗരിദാസ്, അവർ ഗ്രേറ്റസ്റ്റ് എനിമി. GDയുടെയും രാഗസുധയുടെയും ആവശ്യങ്ങൾ ഒന്നായതുകൊണ്ട് തന്നെ അവൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും. ഡയറക്റ്റ് അറ്റാക്ക്. അങ്ങനെ ഒരു ഡയറക്റ്റ് അറ്റാക്ക് അവർ ചെയ്യില്ല രവി. അങ്ങനെ ആയിരുന്നെങ്കിൽ GDക്കോ രാഗസുധയ്ക്കോ അത് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നല്ലോ. നോ രാജാറാം, ഇവിടെയാണ് നിന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോകുന്നത്. ഡയറക്റ്റ് അറ്റാക്ക് അല്ലേ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. കല്യാണ മണ്ഡപത്തിൽ ചാവേറായി വന്ന GDയെ നീ മറന്നോ? സരോജം, ഇതേ കാര്യം ഇതേ സ്ഥലത്തിരുന്നോണ്ട് ഞാൻ പറഞ്ഞപ്പോഴേ ആരും വിശ്വസിച്ചില്ല. അടുക്കളപ്പുറത്തിരുന്ന് കഴിച്ച് ശീലിച്ചവർക്കേ അതേ വഴങ്ങും. അനിയത്തിക്കുട്ടിയുടെ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയരുതെന്ന്. അത് ചേട്ടായി ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് രേഖയുടെ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. ട്യൂബ്ലൈറ്റാ. യമുനെ, എനിക്ക് വിളമ്പിക്കേ. ആ സരോജവും സുദർശനും കുറച്ചു ദിവസം ഇവിടെ നിൽക്ക്. എന്നിട്ട് ശ്രീലക്ഷ്മിയുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക്. ഞാൻ ചോദിച്ചാ പറയാൻ ശ്രീലക്ഷ്മിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാരും കൂടെ ഏട്ടത്തിയെ സ്നേഹിച്ചൊരു പരുവത്തിലാക്കുമല്ലേ? അതങ്ങനെ തന്നെ വേണമല്ലോ. വർമ്മൻ കുടുംബത്തിന്റെ അവകാശം തരാൻ പോകുന്ന മഹാറാണിയല്ലേ ശ്രീലക്ഷ്മി മോള്. അപ്പോ ഒന്നിനും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അറിഞ്ഞാ കൊള്ളാം. അല്ല സരോജം, ഇവിടേക്ക് മോളെ കെട്ടിച്ചു വിട്ടപ്പോ എന്ത് സ്ത്രീധനം കൊടുത്തു നിങ്ങള്? രാജലക്ഷ്മിയോട് ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ലായിരുന്നല്ലോ. അയ്യോ, ഞാൻ ആ ഒരർത്ഥത്തിലല്ല ചോദിച്ചത്. രവിക്ക് എന്തൊക്കെ കിട്ടിയെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. സുദർശന അങ്കിളിനും സരോജമ്മയ്ക്ക് ഒരു വീടുള്ളത് വിറ്റ് ആ കാശ് ഇവിടെ കൊണ്ടുവച്ചു. ആ പണത്തിന്റെ വില വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും രേഖയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ലേ രേഖ? എനിക്ക് കിട്ടാവുന്ന സ്ത്രീധനത്തെക്കാൾ എനിക്ക് വേണ്ടത്
നല്ലൊരു അച്ഛന്റെയും അമ്മയുടെയും മകളെയായിരുന്നു. എന്നെ സ്നേഹിക്കാനും അതിനപ്പുറം മനസ്സിലാക്കാനും കഴിയുന്ന ഒരു പെൺകുട്ടി. എന്റെ ഭാഗ്യം കൊണ്ടാവണം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടിയത്. പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത ശ്രീലക്ഷ്മിയുടെ സ്നേഹം, പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയ ക്വാളിറ്റീസ്, ഇതൊക്കെ തന്നെയാണ് എന്റെ ശ്രീധരം. ഒരാളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും സാധിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. രണ്ടുപേർക്കും ഒരേ ദിശയിൽ ചിന്തിക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യമാണ്. അങ്ങനെ നോക്കുമ്പോ ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. എവിടെ ജനിച്ചു എന്നുള്ളതിലല്ല, എങ്ങനെ വളർന്നു എന്നുള്ളതിലാണ് കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ശ്രീലക്ഷ്മിയുടെ അച്ഛനും സരോജാമ്മയ്ക്കും 100-ൽ 100 മാർക്കാണ്. അങ്കിൾ അല്ല, ഇതാര് സാന്ദ്രമോളോ? സുഖമാണോ മോളെ? സുഖമാണ് അങ്കിൾ. അല്ല, ഗാർഡനിങ് ഒക്കെ അങ്കിൾ ഏറ്റെടുത്തോ? എന്നുവെച്ചാ പൂന്തോട്ട പരിപാലനം അങ്കിൾ ഏറ്റെടുത്തോന്ന്? അങ്ങനെയൊന്നുമില്ല. ഇത് ഇന്നയാള് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. സരോജ ആന്റി എവിടെ? അവളകത്തുണ്ട്. ശ്രീലക്ഷ്മി മാഡം അമ്മയാവാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാവും ആന്റി അല്ലേ? അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നീരേറ്റ് കോളനി തിരിച്ചു വെച്ചിട്ട് അവളിങ്ങോട്ട് പോകുന്നത്. അല്ല, മോള് രാവിലെ രവി സാറിനെ കാണാമെന്നാണോ? സാറ് രാവിലെ പോകുന്നത് കണ്ടല്ലോ. അല്ല അങ്കിൾ, ഞാൻ ശ്രീലക്ഷ്മി മാഡത്തെ ഒന്ന് കണ്ടിട്ട് പോവാൻ വന്നതാ. വിശേഷം അറിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണാതിരിക്കുന്നത് മോശമല്ലേ? അത് മര്യാദ. എന്നാ സാന്ദ്രമോള് ചെല്ല്, ശ്രീമോള് മുറിയിലുണ്ടാവും. ശരി അങ്കിൾ. ശ്രീലക്ഷ്മി മാഡം, മാഡം എനിക്കറിയാം മാഡത്തിന് എന്നോട് ദേഷ്യമാണെന്ന്. അതങ്ങനെ മാറുന്ന ഒന്നും അല്ലെന്നോ എനിക്കറിയാം. എങ്കിലും ഇവിടെ വന്ന് മാഡത്തിനോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. തോന്നിയെന്നല്ല, അതാണ് ശരി. എപ്പോഴും ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഭാഗത്തായിരുന്നു ന്യായം. എന്റെ ഭാഗത്ത് അന്യായവും. നന്മയെ തിന്മ കൊണ്ട് നേരിടാൻ ഞാൻ ശ്രമിച്ചു. കണ്ണുകളില് നിറയെ ഇരുട്ടായതുകൊണ്ട് എന്റെ വഴികള് എനിക്ക് അവ്യക്തമായിരുന്നു. രാഗസുധ നിനക്കായുള്ള അന്വേഷണത്തിലാണ് ഇപ്പോഴും. അവളെ ഇന്നലെയും നമ്മുടെ ആളുകൾ കണ്ടിരുന്നു. നീ പറഞ്ഞതാണ് രവി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുവിനെ മിത്രമാക്കാനുള്ള ശ്രമം രാഗസുധ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനകം വർമ്മൻ വില്ലയെക്കുറിച്ചും അവിടുത്തെ ഇപ്പോഴുള്ള ആളുകളെക്കുറിച്ചും വ്യക്തമായൊരു പിക്ചർ ബാലമേൽ നിന്ന് രാഗസുധയ്ക്ക് കിട്ടിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അവൾ GD അന്വേഷിച്ചു തുടങ്ങിയത്. അതിന്റെ തുടക്കം എന്ന പോലെ രാഗസുധ GDയുടെ സഹായിയായ രാജ എന്ന രമേശിനെ നേരിട്ട് കണ്ടിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ അവനെ? അന്ന് ശ്രീലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയ
അവൻ വഴി GDയിലേക്ക് എത്തേണ്ട സമയമേ ഉള്ളൂ. ഇത്രയും ഡീറ്റെയിൽസ് നിനക്ക് കിട്ടിയിട്ടും നിനക്കോ നിന്റെ സെക്യൂരിറ്റി വിങ്ങിനോ എന്തുകൊണ്ട് അവളെ നിങ്ങളുടെ വലയിൽ ഒതുക്കാൻ കഴിയുന്നില്ല? ഇറ്റ്സ് എ ബിഗ് ഫെയിലിയർ രാജാറാം. നോ രവി, അവളുടെ കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. എന്നെ ഓർത്തല്ല രാജാറാം എന്റെ ടെൻഷൻ, ശ്രീലക്ഷ്മിയെ കുറിച്ച് ഓർത്തിട്ടാ. ശ്രീലക്ഷ്മിക്ക് രാഗസുധ ആരാണെന്ന് അറിയാമോ അറിയില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ അവ്യക്തമാണ്. അതിൽ വ്യക്തത ഉണ്ടായാലും ഇല്ലെങ്കിലും ശ്രീലക്ഷ്മിയെ ഒരു ടെൻഷനിലേക്കും തള്ളിവിടാൻ എനിക്കിപ്പോഴാവില്ല. രാഗസുധ കാണാനുള്ളവരെയൊക്കെ കണ്ടുപിടിച്ച് അറിയാനുള്ളതൊക്കെ അറിഞ്ഞ് ആൾബലവും മനോബലവും ഒക്കെ കൂട്ടട്ടെ. അതെനിക്കറിയാം. പകരം സാന്ദ്രയ്ക്ക് വേണ്ടത് എന്താണെന്നും ഈ രാജലക്ഷ്മിക്ക് അറിയാം. അതവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു പറയാം. പറയണമെന്നില്ല. അത് ശരി. അപ്പോ രേഖയെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു അല്ലേ? അങ്ങനെ നിങ്ങളുടെ മകളുടെ താളത്തിനൊത്തു തുള്ളി ആരെയും ദ്രോഹിക്കാനൊന്നും ഇനി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായില്ല. ഇതില് പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. ചില സാഹചര്യങ്ങളില് ചിലത് നേടിയെടുക്കാൻ വേണ്ടി തെറ്റാണെന്ന് അറിയാമെങ്കിലും ആ തെറ്റ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ പെട്ടെന്നുണ്ടാവുന്ന ചില തിരിച്ചറിവുകള് നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കും. എന്റെ കാര്യത്തിലും അത് തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് ശ്രീലക്ഷ്മിയോട് എല്ലാത്തിനും മാപ്പ് പറയാനും വർമ്മൻ കുടുംബത്തിലേക്ക് ഒരു അനന്തരാവകാശിയെ സമ്മാനിക്കാൻ പോകുന്നതിന് കൺഗ്രാറ്റ്സ് പറയാനുമാണ്. കൊള്ളാം. ഓന്തിനെ പോലെ നിറം മാറുന്ന ഇവളാണോ നിന്റെ ആത്മാർത്ഥ കൂട്ടുകാരി എന്ന് പറഞ്ഞത്? അപ്പോ നീ എന്റെ ശത്രുക്കളുടെ അടുത്ത് പോയി സന്ധി ഒപ്പുവെച്ചിട്ടാ വരുന്നതല്ലേ? അല്ലെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണല്ലോ. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് പോയി മാപ്പ് ചോദിക്കല്. പക്ഷെ നീ ഒരു കാര്യം മറന്നു സാന്ദ്ര. അവസാനം എനിക്ക് വാക്ക് തന്ന് നീ പോകുമ്പോ ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞിരുന്നു. ഇനി എനിക്ക് നേരെ നീ തിരിഞ്ഞ ശ്രീലക്ഷ്മി ആയിരിക്കില്ല എന്റെ ശത്രുവെന്ന്. കളിയിൽ നിന്ന് പിന്മാറിയെങ്കിൽ കളത്തിന് പുറത്തിരുന്ന് മര്യാദയ്ക്ക് കളി കണ്ടോണം. അതല്ല, കളിക്കാനിറങ്ങാതെ എതിർ ടീമിന് സാരോപദേശവും തന്ത്രങ്ങളും മെനഞ്ഞു കൊടുക്കുന്ന കോച്ചിന്റെ വേഷമാണ് നീ എടുത്തണിയാൻ പോകുന്നതെങ്കിൽ തൂഫാൻ ആയക കൊടുങ്കാറ്റ് വസതിയിൽ ആഞ്ഞടിക്കാൻ പോകുന്നു. മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും ശ്രദ്ധിച്ചാകണം. ഒരു ജീവൻ പിറവിയെടുക്കാൻ പോകുന്നത് നമുക്ക് മാസങ്ങൾക്ക് മുൻപേ അറിയാൻ കഴിയും. എന്നാൽ ഒരു ജീവൻ ഇല്ലാതാകാൻ പോകുന്നു എന്ന് ഒരു നിമിഷം മുൻപ് പോലും നമുക്കറിയാൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് നിസ്സാരനാണ് മനുഷ്യൻ. തൂഫാനായക, 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 തൂഫാനായക. തൂഫാൻ വന്നു കഴിഞ്ഞു. തൂഫാനായക, തൂഫാനായക, തൂഫാൻ, തൂഫാൻ. ഡോക്ടർ കാര്യം പറ. പറയാം. രേഖ മാഡത്തിന്റെ ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക്ഡ് ആണെന്നാണ് ടെസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തുവെച്ചാ
എന്നുവെച്ചാ രേഖ മാഡത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരമ്മയാവാൻ സാധിക്കില്ല. ഇങ്ങനൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് രേഖ മാഡം ഇതുവരെ പ്രഗ്നന്റ് ആകാതിരുന്നത്. ഇതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയാലോ? എവിടെ കൊണ്ടുപോയാലും അവരും ഇത് തന്നെയാകും പറയാ. സർജറിയിലൂടെയോ മെഡിസിൻ കഴിച്ചോ മാറുന്ന ഒന്നല്ല ഇത്. ലോകത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിച്ചവരിൽ വിരലിലെണ്ണാവുന്ന സ്ത്രീകളെ ഉള്ളൂ. ഡോക്ടർമാർ ഇപ്പോഴും ഇതിനെ മിറാക്കിൾ മാത്രമായിട്ടാണ് കാണുന്നത്. വളരെ റെയറായിട്ട് മാത്രമേ അതുണ്ടാകാറുള്ളൂ. പിന്നെ ഞാൻ എന്റെ പ്രൊഫസറിനോട് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു നോക്കാം. അന്വേഷിക്കാമെന്നേ ഉള്ളൂ. പ്രതീക്ഷിക്കാമെന്നൊരർത്ഥം അതിനില്ല. എനിവേ ഞാൻ 1-2 മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാം. നമ്മൾ ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ. നോക്കണ്ട, അത് തന്നെ. വർമ്മൻ വില്ലയുടെ മുറ്റത്ത് ഓടിക്കളിക്കുന്ന ആദ്യത്തെ കുഞ്ഞ് അത് നിന്റേതാവണം. അമ്മ എന്തായി പറയുന്നത്? ഇനി അതെങ്ങനെ സാധിക്കും? സാധിക്കാത്തത് വിധി. ആ വിധി നമ്മൾ ചെറുതായൊന്നു തിരുത്തുന്നു, രഹസ്യമായി. ഒരു ഗർഭിണിയായ പെണ്ണിന്റെ അസ്വസ്ഥതകളില്ലാതെ, പേറ്റുനോവറിയാതെ നീ ഒരു അമ്മയാവും. ശ്രീലക്ഷ്മി അമ്മയാവുന്നതിന് മുൻപ് തന്നെ. അമ്മ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. രഘുവും ബ്രദറിൻലോയും മദറിൻലോയോടൊക്കെ അവരോടൊക്കെ എന്ത് പറഞ്ഞു വിശ്വസിപ്പിക്കും? നിന്റെ ഭാഗ്യത്തിന് നിനക്ക് കിട്ടിയിരിക്കുന്ന ഒരു മണഗുണാഞ്ചൻ ഭർത്താവിനെയാണ്. ഇപ്പൊ രാത്രിയാണെന്ന് നീ ഒന്ന് തറപ്പിച്ചു പറഞ്ഞ അത് വിശ്വസിക്കുന്നവനാ നിന്റെ ഭർത്താവ്. ആ വിശ്വാസം വേണം മുതലെടുക്കാൻ. കണ്ണടച്ച് പാല് കുടിക്കുമ്പോ പൂച്ചയ്ക്ക് തോന്നും ചുറ്റും ഇരുട്ടാണെന്ന്. അതുപോലെ വർമ്മൻ വില്ലയിലുള്ള എല്ലാവർക്കും തോന്നണം ഇപ്പൊ ഇരുട്ടാണെന്ന്. നമ്മൾ അങ്ങനെ തോന്നിപ്പിക്കണം. അമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഡോക്ടർ നമ്മുടെ ഫാമിലി ഡോക്ടറും കൂടിയാ. ഡോക്ടർ പറഞ്ഞ എന്തായാലും എല്ലാവരും അറിയും. അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക്. നീ എന്താണോ ആഗ്രഹിച്ചത് അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചു തരും ഈ രാജലക്ഷ്മി. പിന്നെ ഗർഭിണിയല്ലാത്ത നീ പ്രസവിക്കുന്നത് പോലെ ഗർഭിണിയായ ശ്രീലക്ഷ്മിയും ചിലപ്പോ പ്രസവിച്ചില്ലെന്നും വരും. നിങ്ങള് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കണമെന്ന് എന്റെ അഭിപ്രായം. രവിയുടെ ഇഷ്ടവും അത് തന്നെയാ. എങ്ങനെയുണ്ട് മോളെ തലവേദന? ഇത് വെറും തലവേദനയല്ല ഗായത്രിയമ്മേ. പിന്നെ അത് ഗായത്രി അമ്മയുടെ മൂത്ത മരുമകൾ ശ്രീലക്ഷ്മിയെ പോലെ ഇളയ മരുമകളും അമ്മയാവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാനുള്ള മുന്നറിയിപ്പിന്റെ ഭാഗമായുണ്ടായ തലവേദനയാത്. എന്ന് പറഞ്ഞാലേ അത് തന്നെ. എന്റെ മോള് രേഖയും ഗർഭിണിയാണ്. മോളെ
നിങ്ങൾ എന്താ മനുഷ്യ ആലോചിക്കുന്നേ? അല്ല സരോജ, ഇപ്പൊ ഇവിടെ നടന്നത് എന്താണെന്ന് നിനക്ക് വല്ലതും മനസ്സിലായോ? എന്തെങ്കിലും സംശയം തോന്നിയോ? എന്ത് സംശയം? എന്താ നിങ്ങളുടെ സംശയം? എടി, രേഖാ മാഡത്തിന് ഗർഭമുണ്ടോന്ന് എനിക്കൊരു സംശയം. മനുഷ്യ, ആവശ്യമില്ലാത്തൊന്നും പറയരുത്. അല്ലെങ്കിൽ തന്നെ നിങ്ങക്ക് സംശയത്തിന് ഒരു കുറവുമില്ലല്ലോ. എടി, എന്റെ ഒരു സംശയം മാത്ര. രേഖാ മാഡത്തിന്റെ അമ്മയുടെ സന്തോഷം കെട്ടിച്ചമച്ചതാണെന്ന് നിനക്ക് തോന്നിയോ? ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഗായത്രി അമ്മ ഇത്രയും നല്ല വാക്ക് പറഞ്ഞിട്ടും രേഖാ മാഡത്തിന്റെ മുഖം നീ ശ്രദ്ധിച്ചോ? ഇപ്പൊ കഴിഞ്ഞതിലേ ഉള്ളൂ. ഒന്ന് പുറകിലേക്ക് റിവേഴ്സ് അടിച്ചു നോക്കൂ. മോളെ, ഇത്ര സ്പീഡൊന്നും വേണ്ട. ഇപ്പൊ പഴയതുപോലെയല്ല. സ്റ്റെപ്പൊക്കെ പതുക്കെ കയറിയാ മതി. എന്നാ മോള് റൂമിലേക്ക് പൊയ്ക്കോ. യാത്ര ചെയ്തു വന്നതല്ലേ, ക്ഷീണം ഉണ്ടാകും. ഇപ്പൊ എന്തു തോന്നുന്നു? അയ്യോ, ഇനി ശ്രീടച്ചൻ പറഞ്ഞതുപോലെ ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറയുന്നതായിരിക്കോ? അതാണ് ഞാൻ സംശയം പറഞ്ഞത്. നമ്മുടെ മോള് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ഗായത്രി അമ്മയ്ക്ക് എല്ലാവർക്കും നമ്മുടെ മോളോട് സ്നേഹം കൂടി. അപ്പൊ താൻ ചെറുതായെന്ന് തോന്നിയിട്ട് രേഖാ മാഡം അമ്മയെ കൂട്ടുപിടിച്ച് നടത്തുന്ന കളിയാണിത്. അങ്ങനെയാണെങ്കിലേ ഗായത്രി അമ്മയെ രഘുസാറിനെയൊക്കെ പറ്റിക്കല്ലേ അവര്? ഷോ, എന്റെ ഈശ്വരാ, അങ്ങനെ വല്ലതും ആണോ ഇനി? അങ്ങനെയല്ല. സരോജ ഇപ്പൊ ഈശ്വരനോട് ചോദിച്ചതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ആൾക്കാരാണ്, പാവങ്ങളാണ്, മനസ്സ് നിറയെ നന്മയുള്ളവരാണ്. ഇതൊക്കെയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് എന്റെ മോള് നിങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി, പുറന്തോല് മാത്രമേ പാവത്തിന്റേതുള്ളൂന്ന്. അകമേ ഉള്ളത് വിഷമാ, നല്ല കാളകൂട വിഷം. ഞാനായതുകൊണ്ട് ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി ഇറക്കിയാന്. അയ്യോ രാജലക്ഷ്മി അമ്മേ, ഞങ്ങള് മിണ്ടാതിരി സരോജം. നിന്നെ പോലെ തന്നെ ഒരു അമ്മയെ ഞാനും. ഇല്ലാത്തൊരു ഗർഭം ഉണ്ടെന്ന് വരുത്തി നീ നിന്റെ മോളെ കൊണ്ടു നടക്കോ? ചിലപ്പോ നീ നടക്കുമായിരിക്കും. കാരണം താമസം അങ്ങനെയുള്ള സ്ഥലത്തല്ലേ. അതുപോലെയല്ല കുടുംബത്തിൽ പിറന്നവര്. രാജലക്ഷ്മി അമ്മേ, ഞങ്ങൾ ആ ഉദ്ദേശത്തോടെ പറഞ്ഞതല്ല. രേഖാ മാഡത്തിന്റെ മുഖം കണ്ടപ്പോ നിങ്ങളുടെ പെരുമാറ്റത്തില് സംശയം തോന്നിയതുകൊണ്ട് ഞാൻ സരോജത്തോടൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും വിചാരിച്ചു പറഞ്ഞതല്ല. അങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ രാജലക്ഷ്മി അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കാം. ക്ഷമിച്ചല്ലേ പറ്റൂ. ഇതെന്റെ വീടല്ലല്ലോ. എന്റെ വീട്ടിലാണെങ്കിലുണ്ടല്ലോ, ബാക്കി ഞാൻ പറയുന്നില്ല. കാൽ കാശിന് ഗതിയില്ലാതെ വലിഞ്ഞു കയറി വന്ന് ഇവിടെ താമസിക്കുന്നതും പോരാ, കുറ്റം പറയുന്നോ? ഗായത്രി അമ്മയെ പോലെയല്ല ഈ രാജലക്ഷ്മി, ഞാൻ പറഞ്ഞേക്കാം. വല്ലതും തിന്നാൻ കിട്ടുന്നുണ്ടെങ്കിൽ തിന്നോണ്ട് വല്ലയിടത്തും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. അല്ലാതെ നീരേറ്റ് കോളനിയിലെ സ്വഭാവം ഇവിടെ കാണിക്കരുത്. എന്താ അച്ഛാ ഇത്? എന്താ ഇതിന്റെ അർത്ഥം? അച്ഛനമ്മ എവിടെ പോകുന്നു? ഈ രാത്രി ഇവിടുന്ന് ഇറങ്ങി പോകാനും മാത്രം എന്താ സംഭവിച്ചത്? അയ്യോ മോളെ,
ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. അവിടെ പോയിട്ട് 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അതിപ്പോഴാ ഓർത്തത്. മോളുടെ വിശേഷം അറിഞ്ഞപ്പോ അതൊക്കെ അങ്ങ് മറന്നു. അതെ മോളെ, നിന്റെ കണ്ണീര് കണ്ടോണ്ട് പോണ്ടാന്ന് കരുതിയാ ഞങ്ങൾ പറയാതെ ഇറങ്ങിയത്. മാത്രമല്ല, മാറി ഉടുക്കാനുള്ള തുണി കൃഷ്ണയെ വിളിച്ചു പറഞ്ഞ് അവളത് ഓട്ടോക്കാരന്റെ കൈ കൊടുത്തുവിട്ടത് മോളും കണ്ടതല്ലേ. അവള് കൊടുത്തുവിട്ടതോ ഓരോ ജോഡി മാത്രം. എന്റെ ആവശ്യമായാലും എന്നോടൊപ്പം 1-2 ദിവസം കൂടി നിന്നിട്ട് പോയാ മതി. അയ്യോ മോളെ, അതിന് നീ വാശി പിടിക്കുകയും വിഷമിക്കുകയൊന്നും വേണ്ട. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാൻ ഇവിടെ വന്നോളാം. ഇനി കുറച്ചു മാസം കൂടി കഴിഞ്ഞാ മോളെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഉണ്ടാവൂലോ. അത് മാത്രമല്ല മോളെ, രേഖാമാരത്തിന്റെ അമ്മയൊക്കെ ഇവിടെ ഉള്ളതല്ലേ. എല്ലാവരും കൂടി വന്ന് ഈ വീട്ടിൽ താമസിക്കുന്നത് മോശമാണ്. വല്ലപ്പോഴും അല്ലേ രേഖാമാരത്തിന്റെ അമ്മ വരുന്നത്. അപ്പൊ അവർക്കും ഗായത്രി അമ്മയ്ക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും. രേഖാമാടം കൂടി ഗർഭിണിയായ സ്ഥിതിക്ക് അവരുടെ ബന്ധുക്കളൊക്കെ വരും. അപ്പോ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് മോശമാണ്. മോള് പറയാൻ ബുദ്ധിമുട്ടണ്ട, ഞാൻ പറഞ്ഞോളാം രഘുവിനോട്. അത് വേറൊന്നുമല്ല രഘു, ഞാൻ വന്നതിന്റെ അന്ന് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് ഇവള് കുറച്ച് കടുത്ത ഭാഷയിൽ രഘുവിനോട് സംസാരിച്ചില്ലേ? പിന്നീട് അവൾക്ക് തെറ്റു മനസ്സിലായത്. അന്നു മുതൽ ഇവൾ എന്നോട് പറയാ രഘുവിനോട് മാപ്പ് പറയണോന്ന്. എന്തായാലും നീ ചെയ്തതാ മോളെ ശരി. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോന്നു അറിഞ്ഞ് ഇന്ന് തന്നെ നീ തെറ്റുകളെല്ലാം രഘുവിനോട് ഏറ്റു പറയാൻ തയ്യാറായില്ലേ? ഏയ് കൂൾ ഡൗൺ രേഖ. ഇനി താൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഓക്കെ? പിന്നെ എന്നോടും മോൻ ക്ഷമിക്കണം. കാര്യം അറിയാതെ ഞാനും അന്ന് എന്തൊക്കെയോ. ഏയ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഓർക്കുന്നേ ഇല്ല രേഖയുടെ അമ്മേ. ഇപ്പൊ എന്റെ ആലോചന മുഴുവനും എനിക്കെന്റെ കുഞ്ഞിന്റെ കാര്യത്തിലാ. അപ്പോ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ ഓക്കെ. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ വരാൻ കുറച്ചുകൂടി വൈകി പോയിരുന്നെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? തത്തയ്ക്ക് ഉപദേശം കൊടുക്കുന്നത് പോലെ എല്ലാം ഞാൻ നിന്റെ ചെവിയിൽ ഓതി തന്നതല്ലേ? എന്നിട്ട് സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്നു പറഞ്ഞതുപോലെ ഭർത്താവിനെ കണ്ടപ്പോ നീ എല്ലാം അങ്ങ് മറന്നു. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. ഇത്രയും സന്തോഷത്തോടെ ഞാൻ രഘുവിനെ കണ്ടിട്ടില്ല. ആ മുഖത്ത് നോക്കി ഇനിയും കള്ളം പറഞ്ഞും കാണിച്ചും തീ വിഴുങ്ങി എനിക്കിനി നിൽക്കാൻ വയ്യ. രഘു എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എനിക്കറിയാം. അത് കണ്ടില്ലെന്ന് നടിച്ച് ഇനിയും എത്ര നാളും ഞാനിങ്ങനെ രഘുവിന്റെ മുന്നിൽ നിൽക്കും? കുറ്റബോധത്തോടെ അല്ലാതെ എങ്ങനെ ഞാൻ രഘുവിന്റെ മുഖത്ത് നോക്കും? ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധം ആദ്യം ഉണ്ടാകേണ്ടത് നിനക്കാ. ദേ, നമ്മൾ സത്യം പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ ഗർഭിണിയായി കണ്ട് നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ നേരെ എതിർ ദിശയിലാവും. ആ സ്നേഹം മുഴുവൻ ചെന്നടിയുന്നത് ശ്രീലക്ഷ്മിയിലേക്കും ആയിരിക്കും. അതിനർത്ഥം നീ ഈ പടിപ്പുരയ്ക്ക് പുറത്തെന്ന. നീ ഇപ്പൊ ചിന്തിക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ ഈ സന്തോഷവും കരുതലും എങ്ങനെ നിലനിർത്തൂന്ന. അതിന് നിനക്ക് ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അമ്മ, ഈ വാർത്ത അവര് വിശ്വസിച്ചു എന്ന് കരുതി മുന്നോട്ട് പോകുമ്പോ ഇത് എത്രത്തോളം മറച്ചു പിടിക്കാൻ നമുക്ക് പറ്റും? ഈ ഒരു കാര്യത്തിൽ സാധ്യതകൾ ഏറെയുണ്ട് മോളെ. ആ സാധ്യതകൾ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി. ഞാൻ ആലോചിച്ചിട്ട് ഇരട്ട കുഞ്ഞുങ്ങളാകാനാ സാധ്യത. ഓഹോ, എന്താലോചിച്ചിട്ടാണാവോ അങ്ങനൊരു സാധ്യത കണ്ടത്? എനിക്ക് തന്നോടുള്ള അചഞ്ചലമായ സ്നേഹം, അതാണ് അതിന്റെ സാധ്യത. ഇത്രമാത്രം സ്നേഹിക്കുന്ന നമുക്ക് മിനിമം ഒരു ഇരട്ട കുട്ടികളെങ്കിലും വേണ്ടേ?
എന്നിട്ട് ഒരാളെ കൊണ്ട് നമുക്ക് IAS എടുപ്പിക്കണം, ഒരാളെ കൊണ്ട് IPS. ഈ ബിസിനസ് ടെൻഷനൊന്നും അവർക്ക് കൊടുക്കണ്ട. ഇവിടെ മാസം 2 ആയതേ ഉള്ളൂ. അപ്പോഴേക്ക് 22 വർഷത്തിന് ശേഷം വരെയുള്ള കാര്യങ്ങൾ ആലോചിച്ചല്ലോ. അങ്ങനെ പല പല പ്ലാനുകളുണ്ട്. സത്യം പറഞ്ഞ ഞാനിപ്പോ കൂടുതൽ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുക. എന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന ആളാണ് താൻ. എന്നോ ഞാൻ മറന്നു തുടങ്ങിയതെല്ലാം, അല്ലെങ്കിൽ നടക്കില്ല എന്ന് എഴുതി തള്ളിയതെല്ലാം വീണ്ടും ഓരോന്നോരോന്നായി എന്റെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങിയിരിക്കുക. ഇനിയുള്ള എന്റെ കാത്തിരിപ്പ് നമ്മുടെ കുഞ്ഞിനു വേണ്ടിയുള്ളതായിരിക്കണം. തന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ആരെയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം. ആ സന്തോഷത്തിൽ മതിമറന്നുള്ള കാത്തിരിപ്പിന് വല്ലാത്തൊരു സുഖമുണ്ട്. ഞാനും ആലോചിച്ചു, ഒരാളെ സ്നേഹിച്ച് ആ സ്നേഹ ഉയർച്ചയിലേക്ക് പോകുന്തോറും നമ്മൾ അയാളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കും. അയാൾ എന്റെ ഭർത്താവാകണം, കുഞ്ഞ് ജനിക്കണം, അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ. പക്ഷെ ആ ആഗ്രഹങ്ങൾ പലപ്പോഴും അസ്ഥാനത്തായി പോവാറുണ്ട്. സ്വന്തമായ പിന്നെ ഒന്നിനോടും പഴയ പോലൊരിഷ്ടം കാണില്ലല്ലോ. എന്റെ കാര്യത്തില് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ സ്വപ്നം പോലും കാണാത്തൊരു ജീവിതം ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഞാനിവിടെ അടുത്തുള്ള ഒരു കോളനിയിലാണ് താമസിക്കുന്നത്. എന്റെ ഭർത്താവ് 1 മാസം മുൻപ് തളർവാദം വന്ന് കിടപ്പിലായി. ബന്ധുക്കളും സ്വന്തക്കാരൊന്നും പറയാൻ എനിക്ക് വേറെ ആരുമില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാനോ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാനോ പറ്റില്ല. ആദ്യം കരുതിയത് അങ്ങേര് ഞാനോ ആത്മഹത്യ ചെയ്യാന്നാ. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയപ്പോഴാ അമല സിസ്റ്റർ നിങ്ങളുടെ കാര്യം പറഞ്ഞത്. എന്റെ നിവർത്തികേടിന് ഈ കുഞ്ഞ് എന്ത് പഴിച്ചു? കൺമുന്നിലായാലും അല്ലെങ്കിലും ജീവനോടെ ഉണ്ടാകൂലെന്ന് ഓർത്ത ഞാനിത് സമ്മതിച്ചത്. ഇവിടെ മുതല് മോൾക്ക് ശുക്രൻ ഉദിച്ചു കരുതിയാ മതി. ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ്. നീ പ്രതീക്ഷിക്കാത്ത ഒരു തുക ഞങ്ങൾ തരും. പ്രസവിക്കുന്നത് വരെയുള്ള നിന്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ പ്രസവിച്ച് കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്ന ആ കുഞ്ഞുമായി ഒരു ബന്ധമില്ലെന്ന് എഴുതി ഒപ്പിട്ട് തരികയും വേണം. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്റെ കുഞ്ഞു വളരാൻ പോകുന്നതേ ഒരു കോടീശ്വരനായിട്ട്. ഇത് നീ കൈവച്ചോ. നല്ല പോഷകാഹാരം വേണം കഴിക്കാൻ. കാരണം നിന്റെ വയറ്റിൽ വളരുന്നതേ ഈ രാജലക്ഷ്മിയുടെ ചെറുമകനാ, കേട്ടല്ലോ. എങ്കിൽ നീ പൊയ്ക്കോ. വർമ്മൻ വില്ലയിലേക്ക് വരുന്ന സമയവും കാലവും ഒക്കെ ഞാൻ അറിയിച്ചോളാം. നമസ്കാരം സർ. സുഖമാണോ? സുഖമാണ്. ശരി സർ. ശരി. എന്നാ ശരി, താൻ കൂടുതൽ നടക്കണ്ട, പോയി റെസ്റ്റ് എടുത്തോ. വിളിച്ചാ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ അവര് സംസാരിച്ച കാര്യം നമ്മൾ കേട്ടുന്ന് അവരറിയണ്ട, അവർക്ക് വിഷമാവും. ശരി. നിങ്ങൾ എവിടെയാ? ഞങ്ങള് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. എന്താ രഘു? നിങ്ങൾ വരുന്ന വഴിക്ക് ചേട്ടത്തെയും കൂടെ വിളിച്ചോണ്ട് വരണം. ശ്രീലക്ഷ്മിയോ? അതിന് ശ്രീലക്ഷ്മി എവിടെ പോയി? ചേട്ടത്തിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. വരുന്ന വഴിക്ക് പിക്ക് ചെയ്ത് പോര്.
ഇനി ഇവിടുന്ന് ഒരു കാറ് അങ്ങോട്ടേക്ക് അയക്കണ്ടല്ലോ. ശരി ശരി, ഓക്കെ. ആ ശരി, ഓക്കെ. അമ്മയാകാൻ പോകുന്ന എന്റെ കൂട്ടുകാരിക്ക് 1000 ആശംസകൾ. ഇത് പറയാൻ ഏറ്റവും നല്ല സ്ഥലം ഈ ഊഞ്ഞാലിന്റെ അടുത്താണെന്ന് തോന്നി. അതാ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഇവിടിപ്പോ ആരും വരാറില്ലെന്ന് തോന്നല്ലോ. ആരും അങ്ങനെ വരാറില്ല. ഞാനും ദീപുവും ഓഫീസിൽ പോവും. ദീപുവും യമുനയും പ്രമീള ചേച്ചിയോടൊപ്പം തയ്യക്കടയിൽ പോവും. പിന്നെ ആര് വരാനാ? എന്നാലും നിന്റെയും രവിസാറിന്റെയും എത്രയെത്ര നല്ല മുഹൂർത്തങ്ങൾക്കാ ഈ സ്ഥലം സാക്ഷിയായിരിക്കുന്നത്. സാറിന്റെ കാമുകിയിൽ നിന്നും ഭാര്യയായി, ഇപ്പതാ സാറിന്റെ കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയാകാനും പോകുന്നു. എല്ലാത്തിനും സാക്ഷിയായ ഈ സ്ഥലത്ത് കുറച്ചുനേരം ചെലവഴിക്കുന്നതിൽ മാഡത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഹലോ മാഡം, എന്താ ഇത്ര കാര്യമായി ആലോചിക്കുന്നേ? നീ ഇപ്പൊ പറഞ്ഞതൊക്കെ തന്നെയാ. ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോ മനസ്സിനെന്തോ വല്ലാത്തൊരു സന്തോഷം. ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ ഓരോ നല്ല നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച് ഈ ഊഞ്ഞാൽ പരിസരമൊക്കെ കുറെ നാളായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം ദേ അതുപോലെയുണ്ട്. അടുത്ത ഓഫ് ഡേക്ക് എല്ലാവരും ചേർന്ന് ഇവിടെയൊക്കെ വൃത്തിയാക്കാനിരിക്കുക. നോക്ക് ശ്രീ, ഒരു കുഞ്ഞൊക്കെ ആവുമ്പോഴേക്കും പിന്നെ നിങ്ങളുടെ മാത്രം ലോകത്ത് നിങ്ങൾ മാത്രമാവും. ഒരു കണക്കിന് എനിക്ക് നിന്നോട് ചെറിയ അസൂയൊക്കെ ഉണ്ട് കേട്ടോ. ആഗ്രഹിച്ചതെല്ലാം കുറച്ച് വൈകിയാണെങ്കിലും നിനക്കെല്ലാം കിട്ടിയല്ലോ. ഒരു പെണ്ണിന്റെ ആഗ്രഹങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു. അയ്യോ, ഞാൻ രാജലക്ഷ്മി അമ്മയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. ഞാനത് വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിങ്ങൾ ഇതുപോലൊരു വീട്ടിൽ കഴിയുന്നത് രവിക്ക് നാണക്കേടാണെന്ന് പറയായിരുന്നു. എന്റെ മോള് ഈ വീട്ടിലാ വളർന്നെന്ന് അറിഞ്ഞിട്ട് തന്നെയാ രവി സാറ് എന്റെ മോളെ കല്യാണം കഴിച്ചത്. അതൊരു ബുദ്ധിമുട്ടായി സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനില്ലാത്ത ബുദ്ധിമുട്ട് വേറെ ആർക്ക് തോന്നിയാലും ഞങ്ങൾക്കൊന്നുമില്ല. അല്ല, രാജലക്ഷ്മി അമ്മ മടങ്ങി പോകുന്ന കാര്യം തീരുമാനിച്ചില്ലേ? പെട്ടെന്ന് പോയിട്ട് എന്തൊക്കെയോ അത്യാവശ്യമുണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ. മോൾക്ക് വിശേഷമൊക്കെ ആയില്ലേ? ഓ, പറയുന്നത് പോലെ ശരിയാണല്ലോ. എന്തായാലും ഭാഗ്യമുള്ള അമ്മയാ രാജലക്ഷ്മി അമ്മ. രേഖാമാടത്തിന്റെ അടുത്ത് രാജലക്ഷ്മി അമ്മ വന്നപ്പോ തന്നെ ആ വിശേഷം ഉടനെ തന്നെ ഉണ്ടായി. അതിശയം തന്നെ. അല്ല, ഞാൻ അന്നേ ചോദിക്കണമെന്ന് കരുതിയായിരുന്നു. ഇങ്ങനൊരു വലിയ വിശേഷം ഉണ്ടായിട്ടും രേഖാമാടത്തിന് അതിന്റെ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. അതെന്താ? അവൾക്ക് നല്ല സുഖമില്ല സരോജം. ഞങ്ങൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ. അല്ല, ഞാനൊരു സംശയം ചോദിച്ചേ ഉള്ളൂ. ഗർഭിണികളെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, എന്റെ ശ്രീമോളെ പോലെ. എന്താ സംഭവം എന്ന് രണ്ടുപേർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നാ പിന്നെ സാന്ദ്ര തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. ഈ പ്രോഗ്രാമിന്റെ ആങ്കർ സാന്ദ്ര തന്നെയല്ലേ? നമസ്കാരം. ആ, ഈ കാണുന്നതിന്റെ എല്ലാം അപ്പുറത്തേക്ക് ഞാനായിട്ടൊരു ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമേ ഇല്ല. ബേബി ഷവർ. പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. രവി സാറിന്റെയും
ശ്രീലക്ഷ്മി മാഡത്തിന്റെയും സന്തോഷത്തില് പങ്കുചേരുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം രേഖ മാഡത്തിന്റെ രഘു സാറിന്റെ സന്തോഷത്തിന്റെ ഭാഗമാകാനാണ്. എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് രേഖ മാഡമാണ്. കാരണം ശ്രീലക്ഷ്മി മാഡത്തിന്റെ വിശേഷം അറിഞ്ഞപ്പോഴുണ്ടായ സന്തോഷം ഇരട്ടി സന്തോഷമായി മാറിയത് രേഖ മാഡവും പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴാ. ഈശ്വര നിശ്ചയം ഈശ്വരാധീനം എന്നൊക്കെ നമ്മളിതിനെ പറയുമെങ്കിലും ശ്രീലക്ഷ്മി മാഡത്തിന് തൊട്ടു പിന്നാലെ രേഖ മാഡവും പ്രഗ്നന്റ് ആയതിനെ അത്ഭുതമെന്നേ വിശേഷിപ്പിക്കാൻ പറ്റൂ. എനിവേ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസവും ഈ വീട്ടിൽ ഉത്സവമായിരിക്കും. അതിന് മുന്നോടിയായുള്ള ഒരു ഫ്ലാഗ് ഓഫ് മാത്രമാണിത്. വരാൻ പോകുന്ന വലിയ വിശേഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും തുടക്കമായി ഒരു കേക്ക് കട്ട് ചെയ്ത് നമുക്ക് ആരംഭിക്കാം. ഇഷ്ടായി? അതറിഞ്ഞാ മതി. ആ, എന്നിട്ട് എന്ത് പറഞ്ഞു തന്റെ അച്ഛനും അമ്മയും? എന്ത് പറയാനാ, പറഞ്ഞതൊക്കെ സാറും കേട്ടതല്ലേ. അതിനെക്കുറിച്ച് ഞാനും ആലോചിച്ചു. ഇപ്പൊ അവർക്ക് ആവശ്യം പണമാണ്. നമുക്ക് അവർക്ക് കുറച്ച് കാശ് കൊടുത്താലോ? എന്താ തന്റെ അഭിപ്രായം? എനിക്കതിനെ കുറിച്ച് നല്ല അഭിപ്രായമേ ഉള്ളൂ. പക്ഷെ അവരത് സ്വീകരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. അച്ഛന്റെ സ്വഭാവം സാറിന് അറിയാലോ. അന്യരാരെ സഹായിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല, പ്രത്യേകിച്ചും സഹതാപത്തിന്റെ പേരില്. അന്യ അപ്പോ ഞാനും ആ കൂട്ടത്തിലാണ് അല്ലേ? ഒരു മരുമകന്റെ അല്ല, മകന്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിട്ടും അവരൊരു നിശ്ചിത അകലത്തിലെ എന്നെ നിർത്തുന്നുള്ളൂ, കാണുന്നുള്ളൂ. അയ്യോ സർ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അന്യരെന്ന് ഉദ്ദേശിച്ചത് എന്നെയും ചേർത്താ. ഞാൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞാലും അച്ഛൻ വാങ്ങില്ല. അവരങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോ ഒരു വിഷമം. പഴയ രവി ഓർമ്മ വന്നു. വിഷമം എനിക്കുണ്ട് സർ. പക്ഷേ ഈ പക്ഷയ്ക്ക് ഒരു ഉത്തരം. അത് കണ്ടെത്തിയാൽ പ്രശ്നം തീരും. അറിഞ്ഞു ചെയ്യേണ്ടത് ചെയ്താലേ നമ്മുടെ കർമ്മങ്ങൾക്കൊരു പൂർണ്ണത വരും. അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി അതോർത്ത് താൻ വിഷമിക്കണ്ട. താൻ വിഷമിച്ചാൽ നമ്മുടെ കുഞ്ഞു വിഷമിക്കും. അത് പാടില്ല. നമ്മുടെ കുഞ്ഞിന് ഒരു തരത്തിലുള്ള വിഷമം ഉണ്ടാകാൻ നമ്മൾ കാരണക്കാരാണ്. എന്നും എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ വേണം എനിക്ക് തന്നെ കാണാൻ. നിന്റെ മകൾ ഇപ്പോഴും ജീവനോടുണ്ടോ? അതോ അവൻ കൊന്നോ? വേണമെങ്കിൽ വേഗം അവളെ രക്ഷപ്പെടുത്താൻ നോക്ക്. എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നത്, നിങ്ങൾ ആരാ? എന്തിനാണ് എന്നെ കാണുമ്പോ രവി സാറിന്റെ കുറ്റങ്ങൾ പറയണത്? അവൻ കുറ്റക്കാരനായതുകൊണ്ട്. ഒരു കുറ്റമല്ല, പല കുറ്റങ്ങൾ, തെറ്റുകൾ മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. അവൻ ചെയ്ത ഏറ്റവും നീചവും ക്രൂരവുമായ തെറ്റെന്താണെന്ന് അറിയാമോ നിനക്ക്? അവന്റെ ഭാര്യ അവൻ കൊന്നു. പലരെയും കൊന്നു. എന്നെയും കൊല്ലും, നിന്റെ മോളെ അവൻ കൊല്ലും. അവൻ
അവന്റെ നേരെ തിരിയുന്നവർക്ക് മരണമാണ് അവൻ നൽകുന്ന ശിക്ഷ. അവന്റെ മാത്രം രക്ഷ. കഥ പറയാൻ നിൽക്കാതെ നിന്റെ ആവശ്യം പറഞ്ഞിട്ട് വേഗം പോകാൻ നോക്ക്. ഇവിടെ ആരെങ്കിലും നിന്നെ കണ്ട പിന്നെ ചോദ്യങ്ങളുടെ പെരുമഴയായിരിക്കും. അതോടെ എല്ലാം തീരും. എനിക്ക് കുറച്ച് പൈസ വേണം. നല്ല ആഹാരവും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചാലേ കുഞ്ഞിന് കേടുപാടുകളൊന്നും ഉണ്ടാവാതിരിക്കുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത്. അതൊക്കെ ഡോക്ടർ പറയാതെ തന്നെ എനിക്കറിയാം. നീ ഇപ്പൊ പോ, പൈസ ഞാൻ അങ്ങോട്ട് എത്തിച്ചേക്കാം. അത് മാത്രമല്ല, ഇതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് വരേണ്ടി വന്നാ ഇങ്ങോട്ട് തന്നെയല്ലേ വരേണ്ടത്. അപ്പൊ ഇതുപോലത്തെ മങ്ങിയ സാരിയും കറുത്ത ചരടും ഒക്കെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ ഞാനും ആ സ്റ്റാറ്റസ് ഒക്കെ നോക്കണ്ടേ? അഥവാ ഇനി 1-2 ദിവസം ഇവിടെ താമസിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? മതിയടി, അതിന് നിന്നെ ആരിങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോകുന്നു? നിന്റെ ഈ വരവ് ആദ്യത്തേതും അവസാനത്തേതുമായിരിക്കണം. അതെ, നിന്നെ ഇവിടെ ആർക്കും ആവശ്യമില്ല. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ മാത്രം മതി. സാന്ദ്രമ്മയുടെ പോന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോവാനായിട്ട് ഇറങ്ങിയതാ. ഇതുവഴി പോയപ്പോ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. സരോജത കണ്ടില്ലേ? കണ്ടു. ഞങ്ങള് കുറച്ചുനേരം സംസാരിക്കുകയും ചെയ്തു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. ആ, സാന്ദ്രമ്മയുടെ എന്തിനാ സരോജം വന്നത്? അതെ, അത് വെറുതെ വന്നതാ. അല്ല, നിങ്ങൾ പോയ കാര്യം എന്തായി? ഇത്ര വേഗം തിരിച്ചു വന്നോ? ഞാനെങ്ങും പോയില്ല. മനസ്സിനൊരു സുഖമില്ല, അതുകൊണ്ട് തിരികെ പോന്നു. അല്ല, നീ ഇതെങ്ങോട്ട് പോകാൻ പോകുന്നു? ഞാനേ ഒന്ന് കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. സാധനങ്ങൾ വാങ്ങാനോ? അതിന് നിന്റെ കയ്യിൽ എവിടുന്ന പൈസ? നിങ്ങളെന്താ എന്നെ ചോദ്യം ചെയ്യുന്നത്? കുടുംബശ്രീയില് കുറച്ച് പൈസ നിർമ്മലയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതാ. ഇനി എന്തെങ്കിലും അറിയണോ? ചോറ് മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. ഞാനേ വേഗം പോയി കറിവയ്ക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വരാം. ഒന്നെ നനഞ്ഞിരിക്കുന്ന മുടി നനവോടെ കോതിയാൽ മുടി പൊട്ടിപ്പോവുകയും കൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും. അതുപോലെ കുന്തിരിക്കം പുകച്ച് അതിന്റെ പുക തലയിൽ കൊള്ളിച്ചാൽ ഒരു പരിധി വരെ മുടിയെ സംരക്ഷിക്കാൻ പറ്റും. അവിടെ അമ്മ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തു തരാറുണ്ട്. പക്ഷെ ഇത് എന്തിനാ ചെയ്യുന്നത് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. ഇത് കഴിഞ്ഞ് എന്റെ മോളുടെ തലയിൽ കൂടി കുമിഞ്ചാൻ പോയിക്കണ ഗായത്രി അമ്മേ. അതിന് രേഖയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. ഇവിടേക്ക് വന്ന സമയത്ത് ഞാനൊന്ന് ശ്രമിച്ചതാ. അപ്പോ ഹെയർ ഡ്രയറും ക്രീമും ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് രേഖ തന്നെയാ എന്നോട് പറഞ്ഞത്. അതൊക്കെ പണ്ടല്ലേ. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള നാടൻ പ്രയോഗങ്ങൾ തന്നെയാ നല്ലത്. അപ്പോ ഞാൻ വിചാരിച്ചതുപോലെയല്ല. രാജലക്ഷ്മിക്ക് ഇത്തരം അറിവുകളൊക്കെ ഉണ്ടല്ലേ. അത് രേഖയെ ശീലിപ്പിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. സുകന്യേ,
അതിങ്ങ് എടുത്തോളൂ. ഇത് രേഖയ്ക്ക് വേണ്ടി ഒരുക്കിയ കുമിഞ്ചാനാണ്. ഇതുമായി ഞാൻ മുകളിലേക്ക് വരാനിരുന്നതാ. ഒന്നിച്ചു കൂട്ടിയാൽ ഒന്നിന്റെ കനല് കെട്ടുപോകുന്നു കരുതിയാ ഇത് കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചത്. ഞാൻ കരുതി ഗായത്രി അമ്മയ്ക്ക് അതിനൊന്നും സമയം കാണില്ലെന്ന്. അതെങ്ങനെയാ? ശ്രീലക്ഷ്മിയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് എവിടെ സമയം കിട്ടാനാ? പക്ഷേ എനിക്ക് ഇവളുടെ കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. രാജലക്ഷ്മി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതിങ്ങനെ അർത്ഥം വെച്ച് പറയണമെന്നില്ല. എന്റെ മോളുടെ കാര്യത്തിൽ അർത്ഥം വെച്ച് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല ഗായത്രിയമ്മ. ഒരു വീട്ടിൽ 2 മരുമക്കളുണ്ടെങ്കിൽ 2 പേർക്കും തുല്യ സ്ഥാനം കൊടുക്കണം എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ച് ഈ സമയത്ത്. മോളെ ശ്രീലക്ഷ്മി, മോൾ മുറിയിലേക്ക് ചെല്ല്. രേഖ ധൈര്യമായിട്ട് കുടിച്ചോ. ശ്രീലക്ഷ്മിക്ക് ഇത് തന്നെയാ കൊടുക്കുന്നത്. പെറ്റമ്മ കഴിഞ്ഞാൽ നിന്റെ അമ്മയെന്ന് പറയാൻ പിന്നെ ഞാനേ നിനക്കുള്ളൂ. അത് ശ്രീലക്ഷ്മിക്കും അങ്ങനെ തന്നെയാ. അവൾ അത് നന്നായി മനസ്സിലാക്കുന്നു. പക്ഷേ നീ ചിലപ്പോഴൊക്കെ അത് മറക്കുന്നേ ഉള്ളൂ. എന്നാ നീ ചെയ്തതൊന്നും ഇവിടെ ആരും മനസ്സിൽ വെച്ചിട്ടില്ല. അങ്ങനെ ഓരോന്നോർത്ത് വെച്ച് പെരുമാറാനാണെങ്കിൽ ആദ്യം നിന്നോട് ശത്രുത തോന്നേണ്ടത് ശ്രീലക്ഷ്മിക്കാണ്. അതിന്റെ കാരണം ചിലപ്പോ രാജലക്ഷ്മിക്ക് അറിയില്ലായിരിക്കും. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ശ്രീലക്ഷ്മിക്ക് കൊടുത്ത 15 ലക്ഷം രൂപ ആരും അറിയാതെ എടുത്ത് ചെലവഴിച്ചു രാജലക്ഷ്മിയുടെ ഈ മോള്. അത് പല കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ആരും ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്നില്ല എന്ന്. പ്രത്യേകിച്ചും ശ്രീലക്ഷ്മി. കാരണം അവളെ വളർത്തിയത് നീരേറ്റ് കോളനിയിലെ സുദർശനും സരോജവും കൂടിയാ. നേരുള്ള മാതാപിതാക്കളുടെ നേരുള്ള മകൾ.